ഇതാണ് വളരെ പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ എത്തുമ്പോൾ ഒരു പ്രസിദ്ധമായ പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഏതാണെന്നറിയാലോ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇത്. തെക്കൻ ഗുരുവായൂർ എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. 1545 ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇവിടുത്തെ പാൽപ്പായസം വളരെ പ്രസിദ്ധമാണ്. ഇവിടെയുള്ള മറ്റൊരു വിശേഷം, മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ തൻ്റെ യൗവനത്തിൽ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നതാണ്. അദ്ദേഹത്തിന് തുള്ളൽ എന്ന കല തുടങ്ങാൻ പ്രചോദനമുണ്ടായത് ഇവിടെയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന ഒരു മിഴാവ് എന്ന വാദ്യം ഈ ക്ഷേത്രത്തിൽ പ്രത്യേകമായി ഒരിടത്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും കാണാവുന്നതുമാണ്. ഇവിടെ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ മലയാളത്തിലെ പ്രഗത്ഭ സാഹിത്യകാരൻ ശ്രീ തകഴി ശിവശങ്കരപിള്ളയുടെ വീട്ടിൽ എത്തിച്ചേരാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തകഴി സ്മാരകമായിട്ട് പ്രവർത്തിക്കുകയാണ്. 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ശ്രീ തകഴിയുടെ എല്ലാ കൃതികളും ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ അമ്പലപ്പുഴയിൽ നിന്ന് തകഴിയിലേക്കുള്ള ഈ യാത്ര അവിസ്മരണീയവും ഏറെ സന്തോഷകരവുമാണ്.